നമസ്കാരം. ഊണിൻ്റെ കൂടെ അല്ലെങ്കിൽ സദ്യയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന പുളിയിഞ്ചി, ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്നൊക്കെ അറിയപ്പെടുന്ന സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ ഗേസ്, ഞാൻ അല്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിലേക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി, ചെറിയ ഉള്ളി, ആവശ്യത്തിന് പച്ചമുളക്, ശർക്കര, ചെറിയ പുളി, അല്പം വെളുത്തുള്ളി, ഒരു കറിവേപ്പില. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എത്ര ചെറുതാക്കാമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് നല്ലതാണ്. പിന്നീട് ചുവന്നുള്ളി, അത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ ആവശ്യത്തിന് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട്, എനിക്ക് മെഷീനൊന്നും ഇല്ലാത്തതിന് ഞാൻ എല്ലാം കൈ കൊണ്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര അരിച്ചെടുത്തതാണ്. അതിനോടൊപ്പം പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു വെക്കേണ്ടത്. ഇതിൽ ഇഞ്ചി നമുക്ക് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു ഐറ്റമാണ് ഇഞ്ചി. ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ശരീരത്തിന് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, അല്പം കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാചകം ചെയ്യുമ്പോൾ അത് എളുപ്പമാണ്. എല്ലാ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ നമ്മൾ വെച്ചിരിക്കണം. പിന്നെ വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളിപ്പോൾ ഹൈ റേഞ്ചിലാണുള്ളത്, അതുകൊണ്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ്. വെളിച്ചെണ്ണയൊക്കെ എപ്പോഴും ഇതുപോലെ ഉറഞ്ഞ ഐസ്ക്രീം പോലെ ഇരിക്കുകയുള്ളൂ. ഞങ്ങൾ ഉപയോഗിക്കുന്ന പൊടികളെല്ലാം തന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ച് പൊടിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ പാക്കറ്റായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങാറില്ല. അടുത്തതായിട്ട് നമ്മൾ ചട്ടി വെക്കുക. ഞാൻ മൺചട്ടിയിലാണ് ആ കാര്യങ്ങൾ പാകം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിൽ ഈ പുളിയും ശർക്കരയും എല്ലാം ചേരുന്നത് കൊണ്ട് നമുക്ക് അലുമിനിയം പാത്രങ്ങളൊക്കെ ശരീരത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ എത്ര നമുക്ക് ആവശ്യമുണ്ടോ അത്രയും ഒഴിച്ചാൽ മതി. ഞാനിപ്പം ഒരളവിലൊന്നുമല്ല, എനിക്കിഷ്ടമുള്ളിടത്തോളാണ് ഞാൻ ഒഴിക്കുന്നത്. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ പാചകത്തിനും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഒരു എണ്ണയും ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് അതെല്ലാം അലർജിയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ് പാചകം ചെയ്യുന്നത്. ഒരുപാട് ഐറ്റംസ് എനിക്ക് അലർജിയുണ്ട്. നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അപ്പോൾ അതിലോട്ട് നമ്മൾ കടുകിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ പാചകത്തിനായിട്ട് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്നതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റിഫൈൻഡ് ഓയിൽസ് എല്ലാം കൊളസ്ട്രോൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി